ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കൂട് പൊക്കാൻ പോവുകയാണ്. മീൻ കൂട് പൊക്കാൻ പോവുകയാണ്. ഇത് മാത്രം മീനുണ്ടെന്നൊന്നും അറിയാൻ മേല. നമുക്ക് നേരെ അവിടോട്ടൊന്ന് പോയി കൂടൊന്ന് പൊക്കി നോക്കാം. മീൻ എന്തുമാത്രം ഉണ്ടെന്ന് നോക്കാം. നമ്മൾ കൂട് വെച്ചിരിക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഇനി ഞാൻ വെള്ളത്തിലിറങ്ങി നേരെ കൂട് പൊക്കുക എന്നുള്ള പരിപാടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൂട് പൊക്കാൻ വന്ന് അറിയാതെ മൈക്ക് വെള്ളത്തിൽ മുങ്ങിപ്പോയി. ആ മൈക്ക് പോയി. അപ്പം ഇന്ന് അത് ശ്രദ്ധിക്കുന്നുണ്ട്. മൈക്ക് ഞാൻ മിക്കവാറും കരക്കേ വെക്കത്തുള്ളൂ. കാര്യം ഇനി ഈ മൈക്കൂടെ പോയാൽ നമുക്ക് നമ്മുടെ വേറെ മൈക്കില്ല. നമ്മൾ നേരെ തൂമ്പിരിക്കുന്ന സ്ഥലത്തേക്ക് ഇറങ്ങുക. നിറച്ച് പോള്. ആദ്യത്തെ കൂടൊന്ന് പൊക്കി നോക്കാം. ഇന്നെല്ലാം ഉണ്ടോ? മൂന്നാല് ആരകന് പറല് ഉണ്ടോ? ആരാനുണ്ട്, പറലുമുണ്ട്. നമ്മളിത് നേരെ നമ്മുടെ പാത്രത്തിലേക്ക് ഇടാം. ഈ മീൻ നമ്മുടെ ശരീരത്തിലേക്ക് ഇടാം. ചെറിയ കൂരിച്ചില്ലാനുണ്ട്, കണ്ടോ? ഇതിനകത്ത് ആരകനുമുണ്ട്. ആരകനെയൊക്കെ കൂരിച്ചില്ലാനാണ് ഈ ഉടക്കിയിരിക്കുന്നത് മുഴുവൻ. ഇതിനകത്ത് ആരകനുണ്ട്. ആരകനെയൊന്നും പിടിച്ചിട്ട് കൈ കിട്ടുന്നില്ല. തെന്നി തെന്നി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇത് നമുക്ക് വെള്ളത്തിലിട്ടിടാം. ഇതിനകത്ത് നമുക്ക് കിട്ടിയ ചില്ലാന അതിനകത്ത് കൊണ്ട് കുറച്ച് നമ്മൾ പറലെടുത്തതിനകത്തും കുറച്ചുണ്ട്, ആരകനും ഉണ്ട് അതിനകത്ത്. ഈ കൂട് നമ്മൾ ഇതുപോലെ തന്നെ ഇവിടെ വെക്കുക. നമുക്ക് അടുത്ത കൂട് നോക്കാം. ഇതിനകത്ത് പറലും ഒരു പൂളവനും ഒരു കാര്യമുണ്ട്. അപ്പൊ കാര്യം നമ്മളെടുത്ത് മാറ്റണം. നമ്മുടെ സാധാരണ ചില്ലാനാണ് ഈ മുഴുവൻ ഉടക്കിയിരിക്കുന്നത്. ഇതിങ്ങനെ കുറേശ്ശെ ഇങ്ങനെ താഴോട്ട് വീണുകൊണ്ടിരിക്കും. കണ്ടോ? ഉണ്ടോ? പുളകനാണ്. നമ്മളെ കിടക്കട്ടെ. പരലി ചാടാൻ തുടങ്ങി. ഇത് കാരിയെ പിന്നീട് എടുക്കാം. വെള്ളത്തിലോട്ട് കണ്ണിക്കിടെ കയറിയിരിക്കുന്ന ചില്ല മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ഇല്ലാനെല്ലാം എല്ലാം നല്ല മുഴുത്ത ഇല്ലാനാണ്ടോ?
രണ്ട് മൂന്ന് ചെറിയ നന്ദൻ കയറി അടക്കി പോട്ടെ. ഇപ്പോഴും നമ്മൾ കൂടെ എടുക്കുന്നില്ല, ഇതുപോലെ തന്നെ കെട്ടിവെക്കുക. അടുത്ത കൂടെ അങ്ങ് ഉള്ളിലാണ് ഇരിക്കുന്നത്. മൈക്ക് ഞാൻ മുന്നിടെ കൊടുക്കുക. ഇതിനകത്ത് പരലും ഉണ്ട്, കൂടുതലും ചില്ലാനാണ്. കുറച്ച് ചില്ലാൻ ചത്തുപോയിട്ടുണ്ട്. ആരകനുമുണ്ട്. ഉണ്ടോ? വള്ളത്തെ കുടഞ്ഞിട്ടിട്ട് നമ്മൾ എടുക്കുക, അല്ലാതെ നടക്കത്തില്ലത്. നമ്മൾ ഇത് വള്ളത്തിലിട്ട് കുടഞ്ഞിട്ടിട്ട് ഇതിനകത്ത് പരല് തിരിഞ്ഞെടുക്കുക. ഇതിനകത്ത് പരല് നമ്മൾ തിരിഞ്ഞ് മാറ്റുക. പക്ഷെ ഇത് കൈയിടാൻ മേല, ചില്ലാനായി ഇതിനകത്ത് മുഴുവൻ. എല്ലാം നമ്മൾ ശകലം വെള്ളം കോരി ഇതിനകത്ത് പരല് കണ്ട് തീർന്നു. അതൊക്കെ നമ്മൾ ചെറിയ പരല് നമ്മൾ എടുക്കുന്നില്ല. ഇത്രയും പരല് ഇതിനകത്തുള്ളായിരുന്നു, ബാക്കി മുഴുവൻ ചില്ലാൻ. ഇത് കെട്ടി നമ്മൾ വെള്ളത്തിലോട്ട് ഇടുക, ചാതിരിക്കണ്ട. ഈ ബക്കറ്റിനകത്ത് ചില്ലാനും കൊണ്ട് ഇതിനകത്ത് കുടഞ്ഞിട്ടേക്കാം. ഇതേ അതിനകത്ത് ഇരുന്നാലും ചത്തുപോകും. ഇതിനകത്തൊരു ചെറിയ അരകം കയറി ഇങ്ങനെ കണ്ണിൻ്റെ ഇടയിൽ കൂടെ കയറി കോർത്തിരിക്കുക. അതിനെ നമുക്കെടുത്ത് വിടാം. പോട്ടെ. അപ്പം നമ്മൾ ഇവിടെ ഇരുന്ന് 3 കൂട് നമ്മൾ എടുത്ത് ഇനി അത് വെക്കാൻ പോവുകയാണ്. വെക്കണമെങ്കിൽ ഈ മൈക്ക് നമ്മൾ ഒരു ഉണ്ണിയുടെ കൊടുക്കുക. ഇവിടുത്തെ കൂട് നമ്മൾ എടുത്തിട്ട് അത് തിരിച്ച് വെക്കുകയും ചെയ്തു, മീനൊക്കെ എടുത്തിട്ട്. ഇനിയിപ്പോൾ അവിടെ 2 കൂടിരിക്കുന്നു. അവിടെ വെള്ളക്കൂടുതലായതുകൊണ്ട് മൈക്ക് നനഞ്ഞു പോകും. കൂട് വെക്കാൻ പോയിട്ടുണ്ട്. കൂട് വെക്കിയിട്ട് വരുമ്പോൾ നമുക്ക് നോക്കാം എന്താ തന്നെ ഉണ്ട്. മീനുണ്ടെന്നാ പറയുന്നത്, നോക്കാം നമുക്ക് എന്നാ മീനാണ്. മീനാണെന്നൊന്നും അറിയാൻ മേല, നമുക്ക് നോക്കാം. ആരകന് കുറച്ച് പരലുണ്ട്, ബാക്കി മുഴുവൻ ചില്ലാനാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ആ വള്ളത്തിലോട്ട് ഇട്ടിട്ട് പരല് മാത്രം തിരിഞ്ഞെടുക്കാം, ബാക്കി വള്ളത്തെ കിടക്കട്ടെ. ചില്ലാനും കൂടി നമുക്ക് മാറ്റാം. നമുക്ക് ഇതിനകത്തുള്ള പരല് ഈ കാലത്തിൽ അവിടെ അപ്പുറത്ത് കുളിക്കടവാണ്. കുളിക്കടവിൽ തുണി അലക്കുന്നുണ്ട്, അതിൻ്റെ സ്വരമാണ് ഇടയ്ക്ക് കേട്ടോണ്ടിരിക്കുന്നത്. ഇതിനല്ല, ഇത് ബോട്ടും വരുന്നുണ്ട്. കൈയിട്ട് നമുക്ക് ഷടയെന്ന് പറഞ്ഞില്ല എടുക്കാനൊക്കത്തില്ല, ചില്ലാനായതുകൊണ്ട്. പരലിങ്ങനെ മറിഞ്ഞു വരുമ്പോൾ നമുക്ക് തന്നെ ചെറിയൊരു കാര്യക്കുഞ്ഞ് ഇനി നമുക്ക് എടുത്തു വിടാം. നമുക്ക് ഈ പരലൊക്കെ ഒന്ന് പെറുക്കിയിട്ടിട്ട് ബാക്കിയായി. ഇതിനകത്ത് 2 കാരി ഉണ്ടായിരുന്നു, 2 ചെറിയ കാരിയാണ് ഉണ്ടോ. ഇതിനെ നമുക്ക് വിടാം. ഇതിനകത്ത് ആരകനും ചില്ലാനും പരലും ഉണ്ട്. പരല് കുറവാണ്, നമുക്ക് എപ്പോഴും എടുക്കുന്ന പോലെ തന്നെ ഇതിനകത്ത് പരല് തിരിഞ്ഞ് എടുക്കാം.
ഇങ്ങനെ കൊണ്ടുപോകും. ഇത് പരല് തിരിഞ്ഞെടുത്തിട്ട് ഇനി ബാക്കി കാര്യം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കാഴ്ചകൾ ഇതൊക്കെയാണ്. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.